ഭാര്യ പ്രസവാവശ്യത്തിനായി സ്വന്തം വീട്ടിൽ പോവുകയും പ്രസവശേഷം അവിടെത്തന്നെ തുടരുകയും ചെയ്യുന്നത് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയതാണെന്ന് കണക്കാക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ. കൂടാതെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി അടുപ്പമുണ്ടെന്ന് അടിസ്ഥാനരഹിതമായി ആരോപിച്ചാൽ സ്വാഭാവികമായും ഭാര്യ സ്വന്തം വീട്ടിൽ തുടരുന്നതിന് കാരണമാകുന്നതാണ്. ഇത്തരം വിഷയങ്ങൾ ഡെസേർഷന്റെ പരിധിയിൽ വരുന്നതല്ല, വിവാഹമോചനത്തിന് കാരണമല്ല. കേസിലെ കക്ഷികളുടെ വിവാഹം ഹിന്ദു മതാചാരപ്രകാരം നടന്നു. തുടർന്ന് 7 മാസത്തിന് ശേഷം ഭർത്താവ് ജോലിക്കായി സിംഗപ്പൂരിലേക്ക് പോയിരുന്നു. ഭാര്യയെയും സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനായി പാസ്പോർട്ട് എടുത്തെങ്കിലും ഗർഭിണിയായതിനാൽ യാത്ര ചെയ്യാൻ കഴിയാതെ വരികയായിരുന്നു. 2015-ൽ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയും കുഞ്ഞിന്റെ ജനനത്തെ തുടർന്ന് ഭാര്യ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്നും ഭർത്താവ്. അമ്മയുടെ പേരിൽ പണമയക്കുന്നതിലുള്ള താൽപ്പര്യക്കുറവ് കാരണം ഭാര്യ ഭർതൃവീട് ഉപേക്ഷിച്ച് ഭാര്യ വീട്ടിൽ താമസമാക്കിയതായും ബോധിപ്പിച്ചു. തുടർന്ന് വിവാഹസമയത്ത് അണിയിച്ചിരുന്ന 18 പവൻ സ്വർണ്ണാഭരണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് തനിക്കും കുടുംബത്തിനുമെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. കുട്ടിയുടെ ബേബി ഷവർ ചടങ്ങിന് തന്റെ ഫാമിലിയെ പങ്കെടുപ്പിച്ചിരുന്നതുമില്ല. ഈ വിഷയങ്ങളെല്ലാം കാണിച്ച് മാനസിക പീഡനത്തിന്റെയും ഡെസേർഷന്റെയും ഗ്രൗണ്ടിൽ ഡിവോഴ്സിനു വേണ്ടി ഭർത്താവ് ഫാമിലി കോടതിയെ സമീപിച്ചു. എന്നാൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫാമിലി കോടതി തള്ളുകയാണുണ്ടായത്. ഈ വിധിയിന്മേൽ ഭർത്താവ് അപ്പീൽ ഫയൽ ചെയ്തു. ഈ കേസിൽ ഭാര്യ വ്യക്തമാക്കിയത് ഭർത്താവ് സിംഗപ്പൂരിൽ പോയതിന് ശേഷം താൻ ഭർത്താവിന്റെ മാതാപിതാക്കളോടൊപ്പമാണ് ജീവിച്ചിരുന്നതെന്നാൽ തനിക്ക് വേണ്ട യാതൊരു പരിചരണമോ സാമ്പത്തിക സഹായമോ നൽകിയിരുന്നില്ല. ഭർത്താവ് തനിക്ക് മെയിൻ്റനൻസ് നൽകാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത്. കൂടാതെ തനിക്ക് മറ്റൊരു പുരുഷനുമായുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വേദനിപ്പിക്കുകയും അത് ഭർതൃവീട്ടിൽ തിരികെ പോകുന്നതിന് തടസ്സമാകുകയും ചെയ്തു. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം കോടതി വ്യക്തമാക്കിയത് വിവാഹശേഷം ഭാര്യയുടെ ആവശ്യങ്ങൾ ഭർത്താവ് മനസ്സിലാക്കുകയും സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഭാര്യയ്ക്ക് അയക്കേണ്ടതുമായിരുന്നു. മറിച്ച് ഭർത്താവ് തന്റെ സമ്പാദ്യമെല്ലാം അമ്മയ്ക്ക് അയക്കുകയാണുണ്ടായത്. ഇത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ് വ്യക്തമാക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ടതിനാലാണ് ഭാര്യ മെയിൻ്റനൻസിനായി കോടതിയെ സമീപിക്കേണ്ടതായി വന്നത്. ഭർത്താവ് വാദിക്കുന്ന തരത്തിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നതിനുള്ള തെളിവുകളില്ല. അത്തരം ചടങ്ങുകളിൽ ഭർത്താവിന്റെ കുടുംബത്തെ ക്ഷണിച്ചിരുന്നില്ല എന്നത് നിലനിൽക്കുന്നതുമല്ല. ചടങ്ങുകളുടെ തെളിവില്ലാത്തിടത്തോളം ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടന്നിട്ടേയില്ല എന്ന ഭാര്യയുടെ സ്റ്റാൻഡ് അംഗീകരിക്കാനേ കഴിയും. ഭാര്യ മാറി താമസിച്ചത് വ്യക്തമായ ആവശ്യങ്ങളുടെ പേരിലാണ്. അത് വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കലല്ല. ഭാര്യയുടെ ഭാഗം നീതീകരിക്കാൻ കഴിയുന്നതും നടന്നിട്ടുള്ള വിഷയങ്ങൾ വിവാഹ ജീവിതത്തിലെ സ്ക്രാച്ചസ് മാത്രവുമാണ്. പ്രസവശേഷം സ്വന്തം മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് ഡെസേർഷനല്ല. ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയതായി കണക്കാക്കാൻ കഴിയില്ല. അത് നാച്ചുറലാണ്, ആവശ്യകതയാണ്. ഭർത്താവിന്റെ ഭാഗത്തുള്ള ഫാൾട്ടുകൾ കണക്കിലെടുത്ത് ഭർത്താവിന് വിവാഹമോചനം അനുവദിക്കാൻ കഴിയുന്നതല്ല. ഡെസേർഷനോ മെന്റൽ ക്രൂവൽറ്റിയോ തെളിയിക്കപ്പെട്ടിട്ടില്ല. വിവാഹമോചനത്തിനുള്ള അപ്പീൽ കോടതി തള്ളുകയാണുണ്ടായത്. മദ്രാസ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് CV കാർത്തികേയനും ജസ്റ്റിസ് K രാജശേഖറും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.